വരെ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിൽ നല്ല അഴുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടാങ്ക് എന്ന് പറയാനായിട്ടെന്നുണ്ടെങ്കിൽ ഇതൊരു എന്താ തടിയുടെ പെട്ടിയായിരുന്നേ, നമ്മളുടെ ഒരു സിഗ്മ മിക്സർ മെഷീൻ കൊണ്ടുവന്നൊരു പെട്ടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതുപോലെ നമ്മുടെ ടാർപോളിൻ ഈ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിരിച്ച് ഒരു 2 ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുറച്ച് നട്ടർ ഉണ്ടായിരുന്നു, വാഹ ഉണ്ടായിരുന്നു, നട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വാഹയാണെന്നുണ്ടെങ്കിൽ നട്ടർ അറ്റാക്ക് ചെയ്തതാണ്. നട്ടർ ചെറുതാണ്, വാഹയും ചെറുതായിരുന്നു. അപ്പോൾ ഈ നട്ടർ കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് അവന്മാർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ നമുക്ക് വാലും തലയും ഒക്കെ മാത്രമേ കിട്ടിയതേ. അപ്പോൾ ഇത് നേരത്തെ ഫിൽറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫിൽറ്ററിനകത്ത് മാറ്റി നമ്മുടെ ഗോസ്റ്റ് മിഷനൊക്കെ മേടിച്ചപ്പോൾ ഞാൻ അതിനകത്തോട്ടൊക്കെ ഫിൽറ്റർ ഇത് തന്നെ അവർക്ക് കുറച്ച് ഗപ്പീസും കയറില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ അഴുക്കായതുകൊണ്ടിട്ട് ഇപ്പോൾ ഫിൽറ്റർ കൊണ്ട് ഇല്ലാത്തതുകൊണ്ടിട്ട് നമ്മൾ വിചാരിച്ചു ഇതൊന്ന് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മീനൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കോരി വറ്റിച്ച് നോക്കാം. കോരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം കോരി പുറത്ത് കൊണ്ടുവന്ന് കളയണം, അതാണ് ഒരു ടാസ്ക്. അതിനകത്ത് ഒരുപാട് വെള്ളം കൊള്ളത്തില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ബക്കറ്റ് കോരാണെങ്കിൽ 10-13 ബക്കറ്റ് കോരാന്നുണ്ടെങ്കിൽ വെള്ളം തീരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ടാസ്ക് ഇല്ല, എന്നാലും കുറച്ച് പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വെള്ളം കോരി ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവന്മാരെ പിടിക്കാം. ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 3 മാസമാണ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ എല്ലാം പിറക്കി ഒരു പാത്രം ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് സ്റ്റീൽ പാത്രം എടുത്ത് അതിൽ സെറ്റാക്കാം, അല്ലെങ്കിൽ വരെ കാണാൻ കുറച്ച് പാടായിരിക്കും. ബക്കറ്റിലൊക്കെ പിറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ മീൻ. നമ്മൾ വാങ്ങിച്ചിട്ട് ഏകദേശം എത്ര മാസമായിട്ടാ? 3. നമ്മൾ 3 മാസം ആയി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഒരു ബേബി ടൈപ്പാണ്, വളരെ ചെറുതായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം സൈസ് വെച്ചിട്ടുണ്ടോ, നല്ല പടച്ചിലും കയറലാണ്. പൂമാർ നമുക്ക് വെള്ളത്തിലേക്ക് മാറ്റിയിടാം. എത്ര ഉണ്ട് പൂമാർ? 1, 2 എല്ലാം കയറിയിട്ടുണ്ടോ? 1, 2, 3, 4, 5 ഫുള്ള് എല്ലാം ഉണ്ട്. ഇനി ടാങ്കൊന്ന് ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം കോഴി സെറ്റായി വെക്കണം. പിന്നെ ഫിൽറ്റർ കയറിൽ വെക്കണം കേട്ടോ. കാരണം ഫിൽറ്റർ വെച്ചില്ലെങ്കിൽ അത് വൃത്തിയായിട്ട് അഴിക്കും. മാത്രമല്ല ഞാൻ കൊടുക്കുന്ന നമ്മുടെ മീൻ്റെ വേസ്റ്റും കയറിലേക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയം കളഞ്ഞ് ശ്വാസം മുട്ടിക്കാതെ പൂമാരെ വെള്ളത്തിൽ ഇടട്ടെ. നമ്മൾ വെള്ളം മാറിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് ഒരു സീൻ കണ്ടത്. നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ അവന്മാർ പ്രസവിച്ചിട്ടുണ്ടായിരുന്നേ. അവന്മാരല്ല അവളുമാർ. അതുകൊണ്ട് കുറച്ച് കുഞ്ഞുങ്ങളും കയറിലൊക്കെ ഉണ്ട്. ഇവരതിനകത്തോട്ട് മാറ്റാൻ സേഫായിട്ട് മാറ്റണം. വീണില്ല, ഫുള്ള് വീണില്ല, നടക്കും. സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ സീനാവും. ഇപ്പോൾ ഇവന്മാർ ഇത് പ്രസവിച്ചിട്ടേ ഏകദേശം ഒരു 2 ദിവസമായി തോന്നുന്നു കേട്ടോ. അത്യാവശ്യം സൈസും കാറിലൊക്കെ ഉണ്ട്. അങ്ങനെ അതിന് കുറേ ചിലപ്പോൾ ഇവർ മാത്രമല്ല പ്രസവിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഈ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ, കുഞ്ഞുങ്ങളല്ല ഇപ്പോൾ പ്രസവിച്ച് ചെയ്യുമാർ. അവർ ഞാൻ അടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റിയപ്പോൾ നമ്മൾ വേറെ കാഴ്ച കണ്ടത്, ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് അവരുടെ പേര് പ്ലാറ്റിനം റെഡാണെന്ന് തോന്നുന്നു കേട്ടോ. അവർ പ്രസവിച്ചിട്ട് കണ്ട് അത്യാവശ്യം കുറച്ച് കുഞ്ഞിൽ കിടപ്പുണ്ട്. അപ്പോൾ അവന്മാരെ നമുക്ക് മാറ്റണം. ഇനിയിപ്പോൾ നമ്മുടെ ഈ പാത്രങ്ങളുണ്ട്, അത്യാവശ്യം ബേസൻസും കയറുന്നുണ്ട്, അതെല്ലാം ഫുള്ളായി കിടക്കുകയാണ്. നോക്കിയത് കാര്യമായി കേട്ടോ. ഇതിനകത്തുണ്ടോ നോക്കട്ടെ. അപ്പോൾ ഇതിലും കുഞ്ഞുങ്ങൾ കാണാൻ ചാൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഇതിപ്പോൾ എന്നെ മാത്രമേ കാണുന്നുള്ളൂ. ഇവന്മാരെന്തായാലും ഇവന്മാർക്ക് പോലും നമ്മുടെ പ്ലാറ്റിനം റെഡ് ആദ്യം പ്രസവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഞാൻ ഇത് പറക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടാമത്താണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവർ പ്രസവിക്കാനൊക്കെ സമയം എടുക്കുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇവർ ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ചെക്ക് ചെയ്ത് നോക്കാം. ഇവരെ പേര് നോക്കിയിട്ട് കാര്യമില്ലേ. ഇത് നമ്മുടെ ഫുൾ റെഡാണ്. അപ്പം ഫുൾ റെഡ് നമ്മൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അവരുടെ കൊച്ചുങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവന്മാർ പെടപെടാ തിന്ന് തീർക്കും. പിന്നെ ഇത് നമ്മുടെ ക്യാറ്റ് ഫിഷാണ് കേട്ടോ. അവന്മാരിപ്പം മാറ്റിയിട്ടിരിക്കുക. നമ്മൾ ആദ്യം ഉണ്ടായിരുന്നൊക്കെ നല്ല രീതിയിൽ കളറൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കാണാൻ പറ്റില്ല കേട്ടോ. ബ്രൈറ്റ്നസ് കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ കാണാൻ പറ്റും. ഞാനത് വേറൊരു വീഡിയോ കാണിച്ചു തരാം. നമുക്ക് ഷോർട്ടിനകത്ത് എടുക്കുക. അത് ഇപ്പം നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ വെള്ളം മാറണം കേട്ടോ. അപ്പം എന്തായാലും എല്ലാത്തിനും വെള്ളം മാറ്റാം. ഇത്ത കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, കാണാൻ ഒന്നുമില്ല, കാണാൻ പാടാം കേട്ടോ. നമുക്ക് നട്ടറിൻ്റെ വീഡിയോ എടുക്കാം. അയ്യോ, ഇപ്പോൾ പരിപാടി ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നിറയാൻ കൂടെ സമയം എടുക്കും, കാരണം നല്ല ലെങ്ത് ഉണ്ട് ഈ ഒരു പൈപ്പിംഗ് വരാനായിട്ട്. അപ്പോൾ അത് നിറഞ്ഞിട്ട് വേണം നമുക്ക് ഇനി നമ്മുടെ നട്ടറിനെ പറക്കി തിരിച്ചിനകത്ത് ഇടാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം മീനുകളുടെ ആ വളർച്ചയും കാര്യങ്ങളൊക്കെ. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഇവന്മാർ കുഞ്ഞുങ്ങളായോ മാറ്റിയിട്ടിരുന്നായിരുന്നേ. ഇത്രയും സൈസായിട്ട് അത് ബ്രീഡാനുള്ള സമയം ആയി എന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ അന്ന് ബ്രീഡായിട്ടുണ്ട്. എനിക്ക് കിട്ടാത്ത കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ റെഡും ഫുൾ വൈറ്റുമാണ്. ഫുൾ വൈറ്റിന് ഫീമെയിൽ ഡെഡായിരുന്നേ, വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അവർക്കിനി ടൈമുണ്ട്. പിന്നെ അതുപോലെ ഫുൾ റെഡ് സീനാണ്, കാരണം ഫുൾ റെഡ് നമുക്ക് കിട്ടില്ല. കമൻറ്റ് ബോക്സിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ബ്രീഡിംഗ് കേസും കാര്യങ്ങളൊക്കെ വേണം, നെറ്റൊക്കെ വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നേ. അപ്പോൾ ഞാൻ ഇതൊരു ബ്രീഡിംഗ് കേസ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അതുകൊണ്ട് സെറ്റായി കൊടുക്കാം. അപ്പോൾ ഇത് നിറഞ്ഞു വരട്ടെ. നമുക്ക് ഇവന്മാരെ ആദ്യം മാറ്റിയതിന് ശേഷം ബാക്കി പരിപാടിയൊക്കെ നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ നട്ടർ ഫിഷ്. ഈ ഒരു സൈസ് ആയിരുന്നു കേട്ടോ, എല്ലാവരും ഈ ഒരു സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു 2 മാസം 3 മാസം മുന്നേ, 2 മാസമല്ല 3 മാസം ആയിട്ടുണ്ട്. ഒരു 3 മാസം മുന്നേ ഉള്ള വീഡിയോക്കകത്ത് ആണ് ഞാൻ വരെ വാങ്ങിക്കുന്ന വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നൈസ് കുറച്ചുകൂടെ ചെറുതായിരുന്നു, വളരെ ചെറുതായിരുന്നു. ഇപ്പം ഓവർ സൈസൊന്നും അല്ല, എന്നാലും ഈ ഒരു വലിപ്പമൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാരെ ഈ ടാങ്കിൽ തന്നെ കുറച്ച് നമ്മളൊക്കെ ഇട്ട് ഫിൽറ്റർ കൊടുത്തിട്ടേക്കാം കേട്ടോ. ഫിൽറ്റർ ഇട്ടില്ലെങ്കിൽ പ്രശ്നം പറയുന്നത് വെള്ളം നമ്മൾ കൂടെ മാറ്റിയിട്ട് വരും. ഫിൽറ്റർ കിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലീനായി കടന്നോളും. മെയിനായിട്ട് നമ്മൾ മാർക്ക് മീൻ്റെ വേസ്റ്റ് കൊടുക്കണം, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചും കിട്ടേക്കാം. അലിഗേറ്റർ ടാങ്ക് ഇറങ്ങാൻ പോവാണേ, വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ കുറച്ച് അനാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ നമ്മൾ അലിഗേറ്ററിനെ കൂടി ഇടാം എന്ന് കരുതി. അലിഗേറ്റർമാർ പിടിക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇതിൽ എപ്പോഴും വരുന്ന പ്രശ്നം ഇല വന്ന് വീഴുന്നതാണ്. നമ്മൾ ഈ നെറ്റ് മാറ്റിക്കിടാൻ വിചാരിച്ചാണ് നമ്മൾ ടോപ്പിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കുളവാഴയും കുറച്ച് ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് ഇതിന് ചുറ്റും വെച്ച് അലങ്കരിക്കണം, എന്നാലേ കാണാൻ ഭംഗിയുള്ളൂ. ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ ഭംഗി തോന്നിയിട്ടില്ല, ഒരു രസമല്ല കാണുന്നത്. അപ്പോൾ രസം വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലാന്റും കുറച്ച് പായലും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണ്ടി വരും. എന്നാൽ മാത്രമേ കാണാൻ ഒരു ഗുമ്മാണത്തുള്ളൂ. ഇതുകൊണ്ട് നല്ല രീതിയിൽ ഇലയാവുന്നുണ്ട്. അലിഗേറ്റർ കടിക്കുമെന്ന് അറിയാൻ വയ്യ കേട്ടോ, എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അലിഗേറ്റർ അനക്കം കാണുമ്പോഴാണല്ലോ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മാറി കൊടുക്കും. പിന്നെ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പ് അല്ല അലിഗേറ്റർ. നമ്മൾ ഫുഡ് എടുക്കുമ്പം അറിയാതെ നമ്മുടെ കയ്യിലെങ്ങനെ കടി കിട്ടുന്നെങ്കിലും ഉള്ളൂ, അല്ലാതെ മനുഷ്യരെ അറ്റാക്ക് ചെയ്യത്തില്ല. നമ്മൾ അലിഗേറ്റർ ടാങ്കിലേക്ക് വർക്കിടാൻ പോവാണേ. അലിഗേറ്റർ അളിയെന്തോ അങ്ങ് കിടപ്പുണ്ട്, കിടപ്പുണ്ട്. ഒന്നെങ്കിൽ ഇവർ കൂടെ കടന്ന് സുഹൃത്തുക്കളാവും, അല്ലെങ്കിൽ അലിഗേറ്റർ ഇവന്മാരെ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ ചങ്ങായി, എന്തായാലും ആവട്ടെ, നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അനാവശ്യ അലിഗേറ്റർ ടാങ്കിലേക്ക് നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അനക്കെല്ലാം കിടക്കുകയാണ്, പറയാൻ പറ്റത്തില്ല. അലിഗേറ്റർ അടിക്കാനുള്ള ചാൻസാണ് എനിക്ക് തോന്നുന്നത്. അലിഗേറ്റർ തന്നെ കഴിക്കും, കാരണം അലിഗേറ്ററിൻ്റെ സൈസ് വെച്ചിട്ട് വലിയ സൈസ് നല്ലതുണ്ടെങ്കിൽ ഇവരെക്കാട്ടും നല്ല ഇരട്ടിയുണ്ട്. അപ്പോൾ അലിഗേറ്റർ എന്തായാലും അവരെ ഫുഡ് എടുക്കാനായി ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ടാങ്ക് നിറച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പം ബാക്കി ആ പണി നോക്കിയിട്ട് വരാം. കുട്ടികൾ ഇവർ കുറച്ച് കുട്ടിയായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം വളർന്ന് കളറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബ്രൈറ്റ് ഉണ്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, പക്ഷെ കാണാൻ പറ്റണമല്ലോ. കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ വീട്ടിലോട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവന്മാരെ ഏകദേശം 3 ബേസണായി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ബേസൻസിലും കാര്യങ്ങളൊക്കെ ആക്കി, അതിനകത്ത് കുറച്ച് നമ്മൾ കുളവാഴയൊക്കെ വെച്ച് കുറച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്തൊരു നാച്ചുറൽ വൈബ് ഉണ്ടാവുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഗാർഡൻ പരിപാടിയൊക്കെ ഒരുക്കി വരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇവന്മാരെ കയറ്റി വെക്കാം എന്ന് കരുതി നമ്മൾ നട്ടൻ വെള്ളം മാറ്റുമ്പോൾ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാത്തിൻ്റെ വെള്ളം ഇപ്പോൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ഇതുപോലത്തുള്ള ബേസിൻസും കാര്യങ്ങളും വേണം. നമ്മുടെ ഈ ഫൈബർ ഐറ്റം ഇത് തന്നെ. അപ്പോൾ ഇതിപ്പോൾ ചെറുതാണ്, അതൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി എടുക്കണം. കാരണം ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പ്രസ് വരുവാണ്. അപ്പോൾ നമുക്ക് വലിയൊരു ടാങ്ക് ഉണ്ടാക്കി അതിനകത്തിട്ട് കുട്ടികൾക്കൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിടാനുള്ള പ്ലാനാണ് കേട്ടോ. കാരണം ഇവർ ആ രീതിയിൽ ബ്രീഡായിട്ട് വരുന്നുണ്ട്.